താറാവ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ മപ്പാസ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ഈസ്റ്ററിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ താറാവ് മപ്പാസിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. കള്ളിടാത്ത കള്ളപ്പത്തിന്റെ കൂടെ ഈ ഒരു മപ്പാസ് ഒരു പിടി പിടിച്ചാണ്ടല്ലോ, ഈ എന്റെ മോനെ ഒരു രക്ഷ ഉണ്ടാവില്ല. ലെറ്റ്സ് ഗോ. ഞാനിവിടെ 2.25 കിലോന്റെ ഫ്രോസൺ താറാവാണ് എടുക്കുന്നത്. അതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതിന്റെ ബ്രസ്റ്റ് പീസും ലെഗ് പീസും ഞാൻ വേറെ കോൺഫി ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് ഞാൻ കറക്റ്റ് 1.25 കിലോ ഉണ്ട് എടുക്കുന്നത്. ബാക്കി വേറെ ഒരു റെസിപ്പിക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ താറാവിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഒരടപ്പ് വിനാഗിരി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. ആ ടൈമിന് 8 അല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചതച്ചിട്ട് ചെറുതായിട്ട് ഡൈസ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വലുപ്പത്തിലുള്ള ചെറിയ കഷ്ണം ഇഞ്ചി സ്പൂൺ കൊണ്ട് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ജൂലിയൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വോക്കിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിച്ചിട്ട് ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് പൊടിച്ച 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഇളക്കിയിട്ട് 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിളക്കി അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ കുക്കറിൽ നിന്ന് നമ്മുടെ താറാവ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേ കുറച്ച് മല്ലിയിലയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ക്യാൻ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ഫ്ലേവർ ഒന്നും കൂടെ കൂട്ടാനായിട്ടേ കുറച്ച് വെളിച്ചെണ്ണയിൽ കശുവണ്ടിയും മുന്തിരിയും ഒന്ന് ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉള്ളത് പറയാലോ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് സ്വയം പുകഴ്ത്താൻ വിചാരിക്കരുത്. ഈ ഒരു റെസിപ്പി മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അതും ആ പൂ പോലത്തെ സോഫ്റ്റ് കള്ളപ്പത്തിന്റെ കൂടെ കുതിർത്ത് അങ്ങോട്ട് കഴിക്കാനുണ്ടല്ലോ, എന്റെ മോനെ ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടോ. അടിപൊളി കേട്ടോ. മപ്പാസ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ആകാൻ വേണ്ടിട്ടോ. അപ്പൊ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.